ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലിവർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ ഒരു ലിവർ ഫ്രൈ. അധികം മസാലകളൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ ലിവർ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ലിവർ നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട്. വിനാഗിരി ഒക്കെ ഇട്ട് കഴുകിയെടുക്കണം. ഒരു 4-5 തവണ ലിവർ കഴുകി വെള്ളം വാലാനായിട്ട് വെക്കണം. അതിനുശേഷം വേണം ഇത് കറി വെക്കാനായിട്ട് തുടങ്ങാം. വിനാഗിരി ഒക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രമാണ് ലിവറിൻ്റെ ഒരു സ്മെല്ലും ബ്ലഡും ഒക്കെ നന്നായിട്ട് പോകത്തുള്ളൂ. ഞാൻ അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ലിവറിൽ ഒരല്പം നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നെയ്യുടെ പീസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒരല്പം നെയ്യ് കൂടി ഇട്ടാൽ ഈ ലിവർ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പെരുംജീരകം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവോളയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരല്പം കൂടുതൽ വേണം, ചതച്ച വെളുത്തുള്ളിയാണ്. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചി രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വെക്കാം. ഇപ്പോൾ ഈ സവോള ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് ഒരു 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണ്ട. കാരണം നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ലിവർ ഫ്രൈക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുമ്പോട്ട് നിൽക്കേണ്ടത്. മല്ലിപ്പൊടി അല്ലെ മീറ്റ് മസാല അങ്ങനെയൊന്നും നമ്മൾ ഇതിന് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊരു 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഈ മുളക് പൊടിയും ഗരം മസാലയും ഒന്ന് മുരിഞ്ഞു വരട്ടെ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കഴുകി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വെന്തതിന് ശേഷമാണ് നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെക്കുവാണ്. വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ലിവർ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് കുരുമുളക് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അടിപൊളി എരിവുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കുരുമുളക് പൊടി ചേർക്കാം. അത്യാവശ്യം നന്നായിട്ട് എരിവുണ്ടാവണം. ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഈ കുരുമുളകിൽ വരട്ടിയ ലിവർ ഫ്രൈ കഴിക്കുമ്പോൾ നമ്മുടെ മൂക്കൊക്കെ ഇങ്ങനെ വേർത്ത് വരണം. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. ഇത് അടച്ചു വെക്കണ്ട, തുറന്നിരുന്ന് വെള്ളം വറ്റിട്ടെ. ഇതിൽ കളറൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ട് വരും. ഇനി ഒരല്പം പച്ചക്കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളകിൽ വരട്ടിയ ലിവർ ഫ്രൈ ഒന്ന് സെർവ് ചെയ്താലോ? അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവും. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ, ബൈ.